ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിലെ 2ാം യൂണിറ്റ് നോക്കിയാലോ. ഇക്കായി ദോ യൂണിറ്റ് 2 ഖുഷി കി ഖുഷി. യൂണിറ്റിൻ്റെ പേരെന്താണ്? ഖുഷി കി ഖുഷി. ഖുഷി എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷമല്ലേ, ഹാപ്പി. ഖുഷി കി ഖുഷി എന്ന് പറഞ്ഞാൽ സന്തോഷം തന്നെ, സന്തോഷം, സന്തോഷത്തോടെ. ഓക്കെ, ഇവിടെ ഒരു പിക്ചർ കാണുന്നുണ്ടല്ലോ. പിക്ചറിൽ എന്തൊക്കെയാണ് കാണുന്നേ? പൂച്ചയുണ്ടല്ലേ, പൂച്ച. പിന്നെന്താ, തോടുണ്ട്, തോടിൽ മത്സ്യങ്ങളെ കാണുന്നുണ്ട്, മരമുണ്ട്. പിന്നെന്താ, മേഘം ഉണ്ട്. പിന്നെന്താ കാണുന്നത്? അടുത്ത ചിത്രത്തിൽ നോക്കിയേ, അടുത്ത ചിത്രത്തിലും പൂച്ചയെ കാണിച്ചിട്ടുണ്ടല്ലേ. അതുപോലെ വീടുണ്ട്, മരമുണ്ട്, പശുക്കുട്ടി, പശു. പിന്നെന്താ, അടുത്ത പേജിൽ നോക്കിയേ, കുളത്തിൽ പുഴയാണെന്നല്ലേ, പുഴയിൽ ആനയുണ്ട്, അതുപോലെ മുതലയെ കാണുന്നുണ്ട്. പിന്നെന്താ, തവള ഇരുന്നിട്ടുണ്ട്, അതുപോലെ ഒരു പക്ഷിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ എന്താ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കിയാലോ. ഓക്കെ, പൂച്ചക്ക് ഹിന്ദിയിൽ ബില്ലി എന്നാണ് പറയുക. ബില്ലി മീൻസ് പൂച്ച. ഓക്കെ, അതുപോലെ തോടിന് എന്താ പറയുക? തോടിന് ഹിന്ദിയിൽ നാല എന്ന് പറയും. ഓക്കെ, അതുപോലെ മത്സ്യം, മീനുകൾക്ക് എന്താ പറയുക? മീനിന് എന്താ ഹിന്ദി പറയുക? മച്ചലി. മരത്തിന് പേടെന്ന് പറയും. മേഘത്തിന് എന്താ പറയുക? ബാദൽ. ഓക്കെ, പിന്നെ നോക്കിയേ, വീടുണ്ടല്ലേ. വീടിന് എന്താണ് പറയുക? പറഞ്ഞേ, വീടിനെന്താ ഹിന്ദിയിൽ പറയുക? ഘർ എന്നാണ് പറയുക. ഓക്കെ, പിന്നെ പശുവിന് ഗായ് എന്ന് പറയും. ഓക്കെ, പശുക്കുട്ടിക്ക് ബച്ചട എന്ന് പറയും. അതുപോലെ നോക്കിയേ, ആനയ്ക്ക് എന്താ ഹിന്ദിയിൽ പറയുക? ഹാത്തി എന്ന് പറയും. അതുപോലെ പക്ഷിയുണ്ടല്ലേ, പക്ഷിക്ക് ഹിന്ദിയിൽ ചിടിയ എന്ന് പറയും. മുതലയ്ക്ക് എന്താണ് പറയുക? മുതലയ്ക്ക് ഹിന്ദിയിൽ മഗർമച്ച് എന്ന് പറയും. അതുപോലെ തവളയ്ക്ക് എന്താ ഹിന്ദിയിൽ പറയുക? ഓക്കെ, തവളയ്ക്ക് ഹിന്ദിയിൽ മേണ്ഠക് എന്ന് പറയും. ഓക്കെ, അപ്പം നമുക്കിവിടെ പഠിക്കാനുള്ളത് ഒരു കവിതയാണല്ലോ. ആരാ ഇത് എഴുതിയിരിക്കുന്നേ? നിരങ്കാരദേവ് സേവക് എഴുതിയതാണ് ഈ കവിത. ഓക്കെ, കവിതയുടെ പേരാണ് ചിടിയാ കാ ഘർ. കവിതയുടെ പേരെന്താണ്? ചിടിയാ കാ ഘർ. ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷി അല്ലേ. ഘർ എന്ന് പറഞ്ഞാലോ വീട്. ചിടിയാ കാ ഘർ എന്ന് പറഞ്ഞാൽ പക്ഷിയുടെ വീട്. പക്ഷിയുടെ വീട്, പക്ഷിക്കൂടല്ലേ. പക്ഷിക്കൂടിന് ഹിന്ദിയിൽ ഒറ്റ വേർഡുണ്ട്. അതിന് ഹിന്ദിയിൽ എന്താണ് പറയുക? ഘോസല. പക്ഷിക്കൂടിന് എന്താ ഹിന്ദിയിൽ പറയുക? ഘോസല. ഓക്കെ, ചിടിയാ കാ ഘർ, പക്ഷിയുടെ വീട്. ഇത് എഴുതിയിരിക്കുന്നത് ആരാന്ന് പറഞ്ഞേ? നിരങ്കാരദേവ് സേവക്. ഓക്കെ, ഞങ്ങൾക്ക് കവിത വായിച്ചു നോക്കിയാലോ. വായിക്കാം. ചിടിയാ ലിയേ ചോഞ്ചുമേൻ തിൻകാ ചലി ബനാനെ ഘർ. कौन रहेगा उस घर के अंदर. चिड़िया के 2 बच्चे होंगे उस घर के अंदर. पर निकले तो उड़ जाएंगे फर 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 फर. എന്താ പറയുന്നേ? ചിടിയാ ലിയേ ചോഞ്ച് മേൻ തിൻകാ ചലി ബനാനെ ഘർ. പക്ഷി, ചിടിയ മീൻസ് പക്ഷി. ചോഞ്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊക്ക്. ഓക്കെ, അതിൻ്റെ ചുണ്ട്. തിൻക എന്ന് പറഞ്ഞാൽ പുൽക്കൊടി, അതായത് വൈക്കോല്. ബനാന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉണ്ടാക്കുക. ഓക്കെ, ചലി മീൻസ് പോയി. ഘർ എന്ന് പറഞ്ഞാൽ വീട്. ചിടിയാ ലിയേ ചോഞ്ചുമേൻ തിൻക ചലി ബനാനെ ഘർ. പക്ഷി ചുണ്ടിൽ പുൽക്കൊടിയുമായി വീടുണ്ടാക്കാൻ പോയി. कौन रहेगा उस घर के अंदर. കോൻ എന്ന് പറഞ്ഞാൽ ആരാ? കോൻ എന്ന് പറഞ്ഞാൽ ആരെന്നാണ് അർത്ഥം. ഓക്കെ, രഹേഗ താമസിക്കും. ഉസ് ഘർ കെ അന്തർ. ഘർ എന്ന് വെച്ചാൽ വീട്. അന്തർ എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിൽ. ഓക്കെ, കോൻ രഹേഗ ആര് താമസിക്കും. ഉസ് ഘർ കെ അന്തർ ആ വീടിൻ്റെ ഉള്ളിൽ. ഓക്കെ, ചിടിയാ ലിയേ ചോഞ്ചുമേൻ തിൻക ചലി ബനാനെ ഘർ.
कौन रहेगा उस घर के अंदर. അടുത്ത വരി നോക്കിയേ. चिड़िया के 2 बच्चे होंगे उस घर के अंदर. चिड़िया के പക്ഷിയുടെ 2 ബച്ചേ, 2 എത്രയാ, 2 അല്ലേ, 2 ബച്ചേ ഹോങ്കെ, 2 കുട്ടികൾ ഉണ്ടാകും. ഉസ് ഘർ കെ അന്തർ, ആ വീടിൻ്റെ ഉള്ളിൽ പക്ഷിയുടെ 2 കുട്ടികൾ ഉണ്ടാവും. 2 പക്ഷിക്കുഞ്ഞുങ്ങളല്ലേ, പക്ഷിക്കുഞ്ഞുങ്ങൾ ഉണ്ടാകും. पर निकले तो उड़ जाएंगे. ഫർ 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 ഫർ. ഉഡ് ജായെങ്കിൽ എന്ന് വെച്ചാൽ എന്താ, പറന്നു പോകും. पर निकले तो, ആ ചിറക് മുളച്ചാൽ അത് പറന്നു പോകും. ഫർ 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 എന്നത് ഇവിടെ ആ ചിറകിൻ്റെ സൗണ്ടാണ് കേട്ടോ. ഓക്കെ, നമുക്കൊന്നുകൂടെ ഒരുമിച്ച് കവിത വായിച്ചാലോ. ചിടിയ കാ ഘർ, चिड़िया लिए चोंच में तिनका, चली बनाने घर. कौन रहेगा उस घर के अंदर. चिड़िया के 2 बच्चे होंगे उस घर के अंदर. पर निकले तो उड़ जाएंगे. फर 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 फर. ഓക്കെ ആണല്ലോ, മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, അടുത്ത പേജിൽ നമുക്കിതിൻ്റെ എക്സസൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, പെഹചാനെ ലിഖേ, തിരിച്ചറിഞ്ഞിട്ട് എഴുതാനാണ് പറയുന്നത്. ഇവിടെ 2 വേർഡ്സ് തന്നിട്ടുണ്ടല്ലേ, തിൻക, ചോഞ്ച്. തിൻക എന്താ ഞങ്ങൾ പഠിച്ചേ, പുൽക്കൊടിയല്ലേ, വൈക്കോൽ. ചോഞ്ച് എന്ന് പറഞ്ഞാൽ ചുണ്ട്. നോക്കിയ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്, തിൻക ഉണ്ടല്ലേ. ഏതാണ് തിൻക, ഇതാണല്ലോ തിൻക. അപ്പോൾ ആ ബലൂണിൽ തിൻക എന്ന് എഴുതണം. അതുപോലെ ചുണ്ടിന് ചോഞ്ച് എന്ന് പറയും, ഇവിടെ ചോഞ്ച് എന്നും എഴുതണം. ഓക്കെ, ചിടിയാക്കി ചോഞ്ച് മേ ക്യാ ഹേ, പറഞ്ഞേ. ചിടിയാക്കി ചോഞ്ച് മേ ക്യാ ഹേ. ചിടിയാക്കി ചോഞ്ച് മേ തിൻക ഹേ, വൈക്കോലാണല്ലേ ചിടിയാക്കി ചോഞ്ച് മേ. പക്ഷിയുടെ ചുണ്ടിൽ പുൽക്കൊടിയാണ്, വൈക്കോലാണ്. ഓക്കെ, അടുത്ത പേജ് പെഹചാനെ ഔർ ലിഖേ. ഇവിടെ 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ചിത്രത്തിൽ എന്താ കാണുന്നത്, ഒരു പക്ഷി പുൽക്കൊടിയുമായി പറന്നു വരുന്നുണ്ടല്ലേ മരത്തിനടുത്തേക്ക്. അടുത്ത ചിത്രത്തിൽ എന്താ കാണിക്കുന്നത്, പക്ഷികൾ പറന്നു പോകുന്നുണ്ടല്ലേ, തിരിച്ച് പറന്നു പോകുന്നുണ്ടല്ലേ. മൂന്നാമത്തെ ചിത്രത്തിലോ പക്ഷിക്കൂടിൽ പക്ഷികൾ ഇരുന്നിട്ടുണ്ട്. ഓക്കെ, നോക്കിയേ, ഇവിടെ എഴുതിയത് വായിച്ച്. ഘർ കെ അന്തർ ചിടിയാ കെ ബച്ചേ ഹേ. എന്താ പറയുന്നത്, വീടിൻ്റെ ഉള്ളിൽ ചിടിയാ കെ ബച്ചേ ഹേ, പക്ഷിയുടെ കുട്ടികളുണ്ട്. ചിടിയ തിൻകോം സെ ഘർ ബനാത്തി ഹേ, പക്ഷി പുൽക്കൊടി കൊണ്ട് വീടുണ്ടാക്കുന്നു. ചിടിയാ കെ ബച്ചേ ഉഡ് ജാത്തേ ഹേ, പക്ഷിയുടെ കുഞ്ഞുങ്ങൾ പറന്നു പോകുന്നു. ഫസ്റ്റ് എന്താ നോക്കിയേ, പക്ഷി തിൻക കൊണ്ടുവരുന്നുണ്ടല്ലേ. അപ്പം എന്താ ഇവിടെ എന്താ വരിക, ചിടിയ തിൻകോം സെ ഘർ ബനാത്തി ഹേ, പക്ഷി വൈക്കോല് കൊണ്ട് വീടുണ്ടാക്കുന്നു. അടുത്ത ചിത്രത്തിലോ പക്ഷികൾ പറന്നു പോകുന്ന കണ്ടോ. എന്താ പറയുക, പറന്നു പോകുന്നതിന് ഉഡ് ജാത്തേ ഹേ അല്ലേ. ചിടിയാക്കെ ബച്ചേ ഉഡ് ജാത്തേ ഹേ. അടുത്ത ചിത്രത്തിൽ എന്താ കാണുന്നത്, വീടിനുള്ളിൽ പക്ഷികൾ ഇരുന്നിട്ടുണ്ടല്ലേ. ഘർ കെ അന്തർ ചിടിയാക്കെ ബച്ചേ ഹേ, പക്ഷിക്കുഞ്ഞുങ്ങൾ വീടിൻ്റെ ഉള്ളിൽ ഉണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. പെഹചാനെ ഔർ താലിഖ ബരേ. ഇവിടെ ഇതിനകത്ത് എന്തൊക്കെയാ എഴുതിയിട്ടുള്ളത് നോക്കിയേ. ഘർ കെ അന്തർ കോൻ ഹേ. ചോദ്യം എന്താ, ഘർ കെ അന്തർ കോൻ ഹേ, വീട്ടിൻ്റെ ഉള്ളിൽ ആരാണ്. അതിന് ഉത്തരം തന്നിട്ടുണ്ടല്ലേ, ഘർ കെ അന്തർ ലഡ്കാ ഹേ. നോക്കി, വീട്ടിലുള്ള ആരുള്ള ഒരു ആൺകുട്ടി ഉണ്ടല്ലേ. അപ്പം ഘർ കെ അന്തർ കോൻ ഹേ, കോൻ മീൻസ് ആര്, ഹൂ. ഓക്കെ, അപ്പോൾ ഉത്തരം എന്താ പറഞ്ഞേ, ഘർ കെ അന്തർ ലഡ്കാ ഹേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കുത്ത കഹാ ഹേ. നോക്കിയേ, കുത്ത എവിടെയാണ് ഉള്ളത്, കുത്ത വീടിൻ്റെ പുറത്താണല്ലേ. ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉത്തരങ്ങളൊക്കെ. അത് ഓരോ ക്വസ്റ്റ്യനും അതിന് സ്യൂട്ടായ ആൻസർ ഇവിടെ എഴുതുക. ഓക്കെ,
കുത്ത കഹാ ഹേ, കുത്ത ഘർ കെ ബാഹർ ഹേ. ഓക്കെ, അടുത്ത കഹാ മീൻസ് എവിടെ. നദി മേ ക്യാ ഹേ, ക്യാ മീൻസ് എന്ത്. നദിയിൽ എന്താണുള്ളത്, മീനുണ്ടല്ലേ. എന്താ പറയുക, നദി മേ മച്ഛലി ഹേ. നദി മേ ക്യാ ഹേ, നദി മേ മച്ഛലി ഹേ. ബഗീചെ മേ കോൻ ഹേ, ബഗീച്ച. ബഗീച്ച എന്ന് വെച്ചാൽ എന്താ, പൂന്തോട്ടല്ലേ. പൂന്തോട്ടത്തിൽ ആരാണുള്ളത്, കോൻ ആര്. ബഗീചെ മേ കോൻ ഹേ, ബഗീചെ മേ ലഡ്കി ഹേ. ഒരു പെൺകുട്ടി ഉണ്ടല്ലേ, പെൺകുട്ടിക്ക് ഹിന്ദിയിൽ ലഡ്കി എന്നാണ് പറയുക. ഓക്കെ, ബഗീചെ മേ ലഡ്കി ഹേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ചിടിയ കഹാ ഹേ, പക്ഷി എവിടെയാണ്. പക്ഷി എവിടെയാണ് ഉള്ളത്, മരത്തിന് മുകളിലാണല്ലേ. മരത്തിന് എന്താ ഹിന്ദി പറയുക, പേട്. പേട് അല്ലേ. അപ്പം ചിടിയ പേട് പർ ഹേ, പക്ഷി മരത്തിന് മുകളിലാണ്. പൗധേ മേ ക്യാ ഹേ, നോക്കിയേ. പൗധേ, പൗധേ എന്ന് വെച്ചാൽ എന്താ, ചെടികളല്ലേ. ചെടികളിൽ എന്താണുള്ളത്, പൂക്കളുണ്ടല്ലേ. പൗധേ മേ ക്യാ ഹേ, പൗധേ മേ ഫൂൽ ഹേ. പൗധേ മേ ഫൂൽ, ഫൂൽ എന്ന് വെച്ചാൽ പൂവ്. അപ്പം ചെടിയിൽ പൂവുണ്ട്. പൗധേ മേ ഫൂൽ ഹേ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ.